അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, ഇന്ന് നാം അല്പം ചർച്ച ചെയ്യുന്നത് നമ്മളൊക്കെ ചെയ്യുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വലിയൊരു ആരാധനയാണ് ഉളൂ ചെയ്യുക എന്നുള്ളത്. ആ ഉളൂ കാത്തു സൂക്ഷിക്കുന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ലക്ഷണമാണ്. അലാമത്തുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യൻ്റെ അടയാളമാണ് ഉളൂ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത്. വലാ യുഹാഫിളു അലൽ ഉളൂഇ ഇല്ലാ മുഅ്മിനുൻ, മുഅ്മിനായ മനുഷ്യനല്ലാതെ ഉളൂഇനെ കാത്തു സൂക്ഷിക്കാൻ കഴിയുകയില്ല. മുഅ്മിനിന് മാത്രം കഴിയുന്ന ഒരു വലിയ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു പ്രവർത്തനമാണ് ദാഇമുൽ ഉളൂ, ഉളൂ ഉണ്ടാവുക എന്നുള്ളത്. ഇത് നാം അല്പം പരിശോധിക്കുന്നത് നമ്മളൊക്കെ ചെയ്യുന്ന ഈ ആരാധനയ്ക്ക് ഇത്രയധികം പ്രതിഫലങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദാഇമുൽ ഉളൂ, നിത്യമായി ഉളൂ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ ഗുണങ്ങൾ, അതിന് അവനെ ഖബർ ശിക്ഷയിൽ നിന്ന് ഉളൂ രക്ഷപ്പെടുത്താനുള്ള കഴിവ് അല്ലാഹു ഉളൂഇന് കൊടുത്തിട്ടുണ്ട്. ഇന്ന അബ്ദൻ മിൻ ഇബാദില്ലാഹി ഖദ് വഖഅ അലൈഹിൽ അദാബ്, നിത്യജീവിതത്തിൽ പരിപൂർണമായി ഉളൂ ചെയ്യുന്ന മനുഷ്യൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ ഖബറിൽ വന്ന് ഫസ്തൻഖദൽ ഉളൂ, ഉളൂഇന് അവനെ രക്ഷപ്പെടുത്താൻ, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുപോലെ നമ്മളൊക്കെ മരണം എപ്പോൾ വരുമെന്ന് നമുക്കൊന്നും പ്രവചിക്കാൻ സാധ്യമല്ല. ഒരാൾ ഉളൂഇലായി മരണപ്പെട്ടാൽ ഈ ദാഇമുൽ ഉളൂ കൊണ്ടുള്ള ഗുണം എപ്പോൾ നമുക്ക് മരണം വരുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയില്ലല്ലോ. ഉറക്കത്തിലാണോ, ഉണർച്ചയിലാണോ, എപ്പോഴാണോ മരണം സംഭവിക്കുക എന്നറിയില്ല. ആ ഉളൂഇലായിട്ടൊരാൾ മരണപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് മുഅ്മിനായ മനുഷ്യന് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണ്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറക്കമാകുന്നതൊരു മരണമാണല്ലോ. ഒരു കവി നമ്മോട് പറഞ്ഞില്ലേ, യാ റാഖിദൽ ലൈലി മസ്റൂറൻ ബിഅവ്വലിഹി ഇന്നൽ ഹവാദിസ ഖദ് യത്റുകുന അസ്ഹാറ. രാത്രിയാമങ്ങളിൽ ഉറങ്ങുന്ന മനുഷ്യ, എത്രയോ ആളുകൾ പ്രഭാതമാക്കാതെ ആ ഉറക്കത്തിൽ മരണപ്പെട്ടു പോകുന്നു. അള്ളാഹു പെടുന്നനെയുള്ള മരണത്തിൽ നമ്മളെയും നമ്മുടെ അഹ്ലീങ്ങളെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഉളൂ ചെയ്യുന്നതാണ്. ആ ഉറക്കത്തിൽ ഒരു പക്ഷെ മരണപ്പെട്ടാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഇത്ര അധികമാണോ? മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ നാമ അലാ ഉളൂഇൻ ഫഅദ്റകഹുൽ മൗതു ഫതിൽക്കൽ ലൈല വഹുവ ഇൻദല്ലാഹി ഷഹീദ്. ഒരാൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഉളൂ എടുത്താൽ, അങ്ങനെ ആ ഉറക്കത്തിൽ അവന് മരണം സംഭവിച്ചാൽ, ആ രാത്രിയിൽ അവന് ഉളൂ ചെയ്ത് അങ്ങനെ ഉറങ്ങി മരണം സംഭവിച്ചാൽ വഹുവ ഇൻദല്ലാഹി ഷഹീദ്, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്തസാക്ഷിയുടെ പ്രതിഫലമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ചെയ്യാം, നമ്മൾ ചെയ്യുന്നവരാണ്. ഉളൂ ചെയ്ത് ഉറങ്ങുക, എപ്പോഴും ഉളൂ കാത്തു സൂക്ഷിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഉളൂ ചെയ്യാറുണ്ടല്ലോ. ആ നിസ്കാരത്തിന് വേണ്ടി ഉളൂ ചെയ്യുന്നവന് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം, നിസ്കാരത്തിന് വേണ്ടി ഒരുത്തൻ ഉളൂ ചെയ്തു, ഫഅഹ്സനൽ ഉളൂ, ഉളൂ നന്നാക്കി എന്ന് പറയുന്നത് ശരിക്കും 3 പ്രാവശ്യം കഴുകേണ്ട ഭാഗങ്ങളൊക്കെ ശരിക്ക് കഴുകുക, നനയേണ്ട ഭാഗങ്ങളൊക്കെ നനയണം കൃത്യമായിട്ട്. ആ നനയേണ്ട ഭാഗങ്ങൾ നനയുക, കഴുകേണ്ട ഭാഗങ്ങൾ കഴുകുക എന്ന് പറയുമ്പോൾ അതിൽ വസ്വാസതൊന്നും പറ്റില്ല. 3 പ്രാവശ്യത്തേക്കാൾ കൂടുതലാക്കി കഴുകുന്നതൊന്നും നല്ലതല്ല. ഉള്ളത് പരിപൂർണമായി ശരീരഭാഗങ്ങളൊക്കെ കയറ്റി അത് ശരിക്ക് കഴുകുക. എന്നിട്ട് അവൻ നിസ്കരിക്കാൻ വേണ്ടി നിന്നു, നിസ്കാരത്തിന് വേണ്ടി ഉളൂ ചെയ്തു, നല്ല
നല്ല വൃത്തിയായി കൃത്യമായി സുന്നത്തുകളൊക്കെ പാലിച്ച് ശരിക്കും ഒളൂ ചെയ്തു. എന്നാൽ അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച ആ ദിവസം ഉണ്ടല്ലോ, ആ ദിവസത്തെ പോലെയാണ് അവൻ്റെ മുഴുവൻ ദോഷവും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മളൊക്കെ നിസ്കാരത്തിന് ഉളൂ ചെയ്യുമ്പോൾ ഇത്രയധികം പ്രതിഫലങ്ങൾ ഇതിനുണ്ടോ? അതറിഞ്ഞ് നമ്മൾ അമൽ ചെയ്താലുള്ള ഗുണമെന്താണ്? അതിലൊന്നുകൂടി നമുക്ക് ആത്മാർത്ഥത, ഇഖ്ലാസ് കിട്ടും. പഠിച്ചോനെ, ഇത്രയധികം പ്രതിഫലം ഈ ഇബാദത്തിനുണ്ടോ? ഉസ്താദെ, ഇന്ന് നിങ്ങൾ ഉളൂഇനെ കുറിച്ചാണ് പറയുന്നത്, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്നതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഇതിന് ഇത്രയധികം പ്രതിഫലങ്ങളുണ്ടോ എന്നൊരു വിചിന്തനം നടത്തുന്നു. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ എനി ടൈം ഇദാ തവല്ലഅൽ അബ്ദുൽ മുസ്ലിമു അവിൽ മുഅ്മിനു, ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ വുളൂ ചെയ്താൽ ഫഗസല വജ്ഹുഹു, അവൻ മുഖം കഴുകുന്നു, ഖറജ മിൻ വജ്ഹിഹി കുല്ല ഖതീഅത്തിൻ നദറ ഇലൈഹ. അതുകൊണ്ടുള്ള ഗുണം എന്താ? അതുവരെ നമ്മുടെ കണ്ണുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത മുഖം കഴുകലോടുകൂടെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വല്ലതും നോക്കിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത വല്ലതും ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഇബ്ലീസ് എന്നല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വുളൂഇൻ്റെ വെള്ളം മുഖത്ത് തട്ടലോട് കൂടെ അവൻ്റെ മുഴുവൻ ദോഷവും ആ വെള്ളം അവസാനത്തെ വെള്ളവും ഒലിച്ചിറങ്ങലോടുകൂടെ അവൻ്റെ ദോഷം അതിലൂടെ അള്ളാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. വലിയ ഓഫറാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫഇദാ ഗസല യദൈഹി, രണ്ട് കൈ കഴുകുമ്പോൾ ഖറജ മിൻ യദൈഹി, അവൻ രണ്ട് കയ്യിൽ എന്തെങ്കിലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത തൊട്ടിട്ടുണ്ടെങ്കിൽ, പിടിച്ചിട്ടുണ്ടെങ്കിൽ, ആ കയ്യിലുള്ള മുഴുവൻ ദോഷം വുളൂഇന്റെ വെള്ളത്തിലൂടെ ഒലിച്ചിറങ്ങുകയാണ്. ഫഇദാ ഗസല റിജ്ലൈഹി, രണ്ട് കാല് കഴുകുമ്പോൾ യഖ്റുജ നഖിയ്യം മിനദ് ദുനൂബ്, രണ്ട് കാല് കഴുകുമ്പോൾ കാല് കൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വല്ലയിലേക്കും നടന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് വല്ലതും നമ്മുടെ കാലുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ കാലിലുള്ള മുഴുവൻ ദോഷവും അതുകൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കുകയാണ്. ഹത്താ യഖ്റുജ നഖിയ്യം മിനദ് ദുനൂബ്, ഏതുവരെ എല്ലാ ദോഷത്തിനും ശുദ്ധിയാക്കുകയാണ് വുളൂ എന്നുള്ള ഈ വലിയ ആരാധന കൊണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഫഹ്സനുൽ വുളൂ എന്ന് ഒരുപാട് ഹദീസുകളിൽ കാണാം. വുളൂ നല്ല വൃത്തിയായി പരിപൂർണമായി സുന്നത്തുകളൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് എങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ ആ പ്രതിഫലം നമുക്ക് കിട്ടുക. നിസ്കാരാണെങ്കിലും ഹജ്ജാണെങ്കിലും ഉംറയാണ്, ഏത് പ്രവർത്തനങ്ങൾ ആണെങ്കിലും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞതനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. കാലൊക്കെ കഴുകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ധൃതിയോടുകൂടെ നമ്മളിത് ചെയ്യണ്ട, എന്നാൽ വസ്വാസോടുകൂടെ ആവാനും പാടില്ല. ഒക്കെ കൃത്യമായിട്ട് അതിൻ്റെ ഫറളുകളും അതിൻ്റെ സുന്നത്തുകളൊക്കെ ശ്രദ്ധിക്കുക. കാല് കഴുകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൈകൊണ്ട് കാൽമടമ്പുകളൊക്കെ ഒന്ന് തേച്ചുരച്ച് കഴുകുക എന്നുള്ളത് വലിയ പുണ്യമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വുളൂ ചെയ്ത ഒരാൾ കാലിൻ്റെ മടമ്പ് ശരിക്കും നനയാതെ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, വൈലുൽ ലിൽ അഅഖാബി മിനന്നാർ, മടമ്പ് കാല് സൂക്ഷിച്ച് കഴുകാത്തവർക്ക് നാശം, അവർക്ക് നരകമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ഈ യുവാക്കളൊക്കെ ഫാൻറ്റും മറ്റതൊക്കെ ഇട്ട് ശരിക്കും മടമ്പ് കാലൊന്നും ശരിക്കും നനയാതെ ശ്രദ്ധിക്കാതെ ആയാൽ, നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരാണ് എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ, അങ്ങനെ ശ്രദ്ധിക്കാതെ ആയാൽ അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. ആ വുളൂ കൃത്യമായി ശ്രദ്ധിച്ച് വുളൂ ചെയ്താൽ ശുദ്ധിയില്ലാതെ നിസ്കരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ മിഫ്താഹു തഹൂറാണ് വുളൂ. അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിച്ച് അതായിട്ടില്ലെങ്കിൽ
നമ്മുടെ ഉളൂ ബാത്തിലാണ്. ഉളൂ ശരിയാവാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കാൽമടമ്പും അതുപോലെ എല്ലാ ഭാഗങ്ങളും തിങ്ങിയ താടികളൊക്കെ ഒന്ന് തിക്കഴുത്തിയിട്ടൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കഴുകുക, ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ മറ്റൊരു സുന്നത്ത്, ഒളു കഴിഞ്ഞാൽ നമുക്കൊരു സുന്നത്തുണ്ട്. നമ്മൾ ചെയ്യുന്നവരാണ്, ഇനി ചെയ്യാത്തവരാണെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ. അള്ളാഹു നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. ഒളു ചെയ്താൽ 3 ഇന്നാ അൻസൽനാഹു സൂറത്തോതിൽ പ്രത്യേകം പ്രതിഫലമുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മാമിൻ അബ്ദിൻ വലംറഅത്തിൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ ثم قرأ بعده إنا أنزلناه في ليلة القدر إلى آخرها إلا أعطاه الله تعالى بكل حرف منها 100 درجة وخلق الله تعالى من كل قطرة ملكا يستغفر له إلى يوم القيامة. ഒരടിമ നമ്മൾ ഒളു ചെയ്താൽ, ഒളു അതിൻ്റെ വൃത്തിയോടുകൂടെ സുന്നത്തുകൾ ഫറളുകളൊക്കെ ശ്രദ്ധിച്ച് ചെയ്തു. അതിനുശേഷം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് ഇലാ ആഖിരിഹ, അതിൻ്റെ അവസാനം വരെ ഒരു ഇന്ന അൻസൽനാഹു ഓതുക. എന്നാൽ ഇല്ലാഹു ബികുല്ലി ഹർഫിൻ മിൻഹാ 100 ദറജ, ആ ഇന്നാ അൻസൽനാഹു സൂറത്തിന്റെ ഓരോ ഹർഫ് അനുസരിച്ചും അല്ലാഹു 100 പദവികൾ അവന് നൽകുകയാണ്. വഖലഖല്ലാഹു തആല മിൻ കുല്ലി ഖതറത്തിൻ, അവന്റെ വുളൂഇന്റെ ഓരോ തുള്ളി വെള്ളത്തിലും അല്ലാഹു സൃഷ്ടിക്കുന്നു മലക്കൻ. ഒരു മലക്കിനെ സൃഷ്ടിക്കുന്നു എന്തിന്? യസ്തഗ്ഫിറു ലഹു ഇലാ യൗമിൽ ഖിയാമ. മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അവന് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി ഖിയാമത്ത് നാൾ വരെ അല്ലാഹു മലക്കിനെ സൃഷ്ടിക്കുകയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. ഇത്രയധികം പ്രതിഫലമോ? മറ്റൊരു ഹദീസിൽ മൻ ഖറഅ ഇന്നാ അൻസൽനാഹു ബഅദൽ വുളൂഇ 3 മററാത്തിൻ അഅതാഹുല്ലാഹു അജ്റ അൽഫ ഷഹീദ്. വുളൂഇന് ശേഷം 3 ഇന്നാ അൻസൽനാഹു സൂറത്ത് ഓതിയാൽ 1000 രക്തസാക്ഷിയുടെ പ്രതിഫലം അള്ളാഹു അവന് നൽകുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നാളെ നമ്മെ വിളിക്കുന്നത് എന്താണ്? ഈ വുളൂ ചെയ്ത് കൈകാലുകൾ വെളുത്തവരെ ഹബീബ് റസൂലുള്ളാഹി വിളിക്കുന്നു. അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തെ കിറാമിനോട് പറഞ്ഞല്ലോ, വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ് ഖാല അൻതും അസ്ഹാബി വ ഇഖ്വാനുനാ അല്ലദീന ലം യഅതു ബഅദു. വിശാലമായ ഹദീസാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ ആഗ്രഹിക്കുന്നു. സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലേ അങ്ങയുടെ കൂട്ടുകാർ? അപ്പോൾ പറഞ്ഞു, അന്തും അസ്ഹാബി, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന എൻ്റെ ഉമ്മത്തിനെയാണ്. സ്വഹാബത്ത് വലിയ ഹദീസാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. സ്വഹാബത്ത് കിറാം ചോദിച്ചു, അവസാനം നാൾ വരെയുള്ള അങ്ങയുടെ ഉമ്മത്തിനെ നാളെ ആഖിറത്തിൽ എങ്ങനെയാണ് അറിയുക? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിന് അറിയാനുള്ള ഐഡന്റിറ്റി പറഞ്ഞത്, ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമത്തി ഖുർറം മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂ. എൻ്റെ ഉമ്മത്തിനെ നാളെ വിളിക്കുക മുഖം വെളുത്തവരെ, കൈകാൽ വെളുത്തവരെ എന്ന് വിളിക്കും. എങ്ങനെ വെളുത്തത്? ദുനിയാവിൽ അവർ ഉളൂ ചെയ്ത് അവരുടെ മുഖവും കൈകാലുകളും വെളുക്കുന്നാൾ ആഖിറത്തിൽ വെളുക്കുന്ന രൂപത്തിൽ ചെയ്തവരാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ കാണാൻ ആഗ്രഹിച്ച റസൂലുള്ളാഹി നാളെ നമ്മെ അവിടെ വിളിക്കുക, മുഖം വെളുത്തവരെ, കൈകാൽ വെളുത്തവരെ. ഈ മുഖവും കൈകാലുകളും വെളുക്കണമെങ്കിൽ എങ്ങനെങ്കിലും വുളൂ ചെയ്തിട്ട് കാര്യമില്ല, അതതിൻ്റെ നിബന്ധനയോട് കൂടെ തന്നെയാവണം നമ്മുടെ വുളൂ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ഏറ്റവും വലിയ ചര്യകളിൽ എണ്ണപ്പെട്ടൊരു ചര്യയാണ് ഈ ചര്യ. ദാഇമുൽ വുളൂ, ദാഇമുൽ വുളൂഇലായിട്ട്, ദാഇമുൽ വുളൂ പറഞ്ഞ വുളൂ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യനെ വഫാത്തിന്റെ സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്കൊരു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഒരു സുന്നത്തും കൂടി അത് പറഞ്ഞ് നിർത്തുകയാണ്. ഈ വുളൂ കഴിഞ്ഞതിന് ശേഷം നമുക്കെല്ലാവർക്കും അറിയുന്ന, എല്ലാ പള്ളിയുടെ ഫ്രണ്ടിലും എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു ദുആ. വുളൂവിന് ശേഷമുള്ള ആ ദുആ വല്ലാത്ത പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ്? നമ്മളൊക്കെ അത് ചെയ്യുന്നവരാണ്. ചെയ്യുന്നവർക്കൊരു സന്തോഷ വാർത്ത. ഇത്രയധികം ഇതിന് പ്രതിഫലമുണ്ടോ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയുസ്ബിഉൽ വുളൂ ثم يقول أشهد أن لا إله إلا الله وحده لا شريك له اللهم اجعلني من التوابين واجعلني من المتطهرين. അറിയുന്ന ദുആയാണ്. ആ ദുആ പതിവാക്കിയാൽ, വുളൂഇന് ശേഷം രണ്ട് കൈയും ഉയർത്തി ആകാശത്തേക്ക് ഉയർത്തി ഈ ദുആ പതിവാക്കിയാൽ അവർക്ക് അല്ലാഹു തആല ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ യദ്ഖുലു മിൻ അയ്യുഹാ ശാഅ. അത് പതിവാക്കുന്നവർക്ക് സ്വർഗത്തിൻ്റെ 8 വാതിലുകൾ തുറന്ന് ഇഷ്ടമുള്ള വാതിലിലൂടെ അവർക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട വിശ്വാസി കുടുംബത്തോട് പറയട്ടെ, എൻ്റെ ശരീരത്തോടും എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസി കുടുംബത്തോടും പറയുന്നു, നാം ജീവിതത്തിൽ എപ്പോഴും വുളൂ കാത്തു സൂക്ഷിച്ച് ജീവിക്കുക. അത് വലിയൊരു ഇബാദത്താണ്. ആഫത്തുകളിൽ നിന്ന് അള്ളാഹു കാക്കും. ഉറങ്ങിയാൽ അവൻ്റെ ആത്മാവ് അള്ളാഹുവിൻ്റെ അർശിൻ്റെ അവിടെ പോയി സാഷ്ടാംഗം ചെയ്യും. വുളൂഇലായി മരണപ്പെട്ടാൽ അവൻ ഈമാനോടുകൂടെയുള്ള മരണമാണ്, മുഅ്മിനായ മനുഷ്യൻ്റെ അടയാളമാണ്. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞ ഈ പരിശുദ്ധമായ അമല് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.